ഇപ്പം നിങ്ങൾ അരുൺ സാറും പിന്നെ PR സുനിലും പറഞ്ഞു ഈ UK യിലെയും US ഒക്കെയുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ ഇവിടെ വന്ന് ബൈ ചെയ്യുക. എന്തുകൊണ്ടാണ് ബൈ ചെയ്യുന്നതെന്നറിയോ? നാളെ ഇവനറിയാം ഈ സിസ്റ്റം ഇനി മാറ്റാൻ കഴിയത്തില്ല. കാരണം ഡെയിലി ഡോക്ടറെ കണ്ട് ശീലിച്ച മലയാളിൻ്റെ സിസ്റ്റം അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ സിസ്റ്റം ഇനി മാറ്റാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയോ? അവൻ ഇതെല്ലാം കൈയടക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ അവിടുന്ന് ഒരു ഇൻഷുർ കമ്പനിയിൽ നിന്ന് 1 ലക്ഷം രൂപ ടിക്കറ്റും കൂടെ കൂട്ടി ഇവിടെ ഒന്ന് ചികിത്സിച്ചിട്ട് പോകും. അവൻ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പിന്നെ നമ്മുടെ സിസ്റ്റം, കാരണം അവൻ്റെ കയ്യിൽ ഈ പറയുന്ന സ്വകാര്യ മേഖല മുഴുവൻ കൈയടക്കി കഴിഞ്ഞു. ഇതെല്ലാം മനസ്സിലാക്കി വേണം നമ്മൾ ഒരാളെ. ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് കേരളത്തിൽ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മളൊരു സിസ്റ്റത്തെ കുറ്റം പറയാൻ വേണ്ടിയിരുന്നതാണ്. ഞാൻ സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ ഈ പറയുന്ന ഉഷ ജോസഫിൻ്റെ വാർത്ത ഇന്നലെ ഞാൻ ഡെസ്കിൽ നിൽക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നു. കാരണം ഒരാൾ നമ്മുടെ കയ്യിലൊരു എന്താ പറയുക, ഒരു മുള്ളു കൊണ്ട് നമുക്കൊരു 3 ദിവസം ഇരിക്കാൻ പറ്റുമോ? ഒരു മുള്ളു കൊണ്ടതിന് ശേഷം എന്താണ് വയറ്റിലാകെ അത് പറയുവാണ്. ഈ പറയുന്ന യൂറിൻ പാസ് ചെയ്യുന്നത് ബ്ലഡ് വരുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയാണ് ഈ ബ്ലഡ് വരുന്നത്? ഈ ബ്ലഡ് വരുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിയിട്ടാണ് ഈ പറയുന്ന ബ്ലഡ് വരുന്നത് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വേദന പറഞ്ഞ് 5 വർഷം കിടക്കുകയാണ്. ഞാൻ അതിൽ ഏറ്റവും വിഷമം തോന്നി അതല്ല കേട്ടോ, ഈ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ സ്കാൻ ചെയ്തപ്പോൾ സ്കാൻ റിപ്പോർട്ടിൽ ഈ കത്രിക കണ്ടല്ലോ, കണ്ടതിന് ശേഷം തിങ്കളാഴ്ച എന്ന് പറഞ്ഞു വിട്ട ഡോക്ടറുണ്ട്. ഇത് കണ്ടതിന് ശേഷം പറയുകയാണ് തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്താട്ടോന്ന്. ഇന്നത്രയാ? ഇന്ന് ബുധനാഴ്ചയാണ് സ്കാനിൽ, ചൊവ്വാഴ്ച സ്കാൻ ചെയ്ത് അടുത്ത തിങ്കളാഴ്ചത്തേക്ക് പറഞ്ഞു വിട്ട ഡോക്ടറുള്ള കാലമാണ്. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ സിസ്റ്റത്തെ നന്നാക്കണമെങ്കിൽ ഒരു പ്രശ്നമുണ്ടെന്നറിയോ? തെറ്റ് ചെയ്യുന്നവനെ ശിക്ഷിച്ചിട്ട് വേണം സിസ്റ്റത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അത് ഇപ്പോഴും ഒരു പ്രാരംഭ രീതിയുണ്ട്. എന്തറിയോ? മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, അവരുടെ റിപ്പോർട്ട് ഇവരുടെ റിപ്പോർട്ട് നേരെ മുന്നിൽ കാണുകയാണ്. ഇതിന് നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല. അത് സിസ്റ്റത്തിൻ്റെ വീഴ്ച തന്നെയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ ആഗോള സംവിധാനത്തിൽ വെച്ച് വലിയ മെച്ചമുണ്ട്. പക്ഷേ എന്താണ്, ഈ രാജ്യത്തെ സിസ്റ്റത്തിനനുസരിച്ച് ഇതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്നല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല.